ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ബിഗിനേഴ്സിനായിട്ടുള്ള ഈ ഒരു അക്കൗണ്ടിങ് സീരീസിൽ നമ്മൾ ഓൾറെഡി ബേസിക്സ് കണ്ടു. അതേപോലെ ഡിഫറെൻറ്റ് കൺട്രീസിലെ ടാക്സ് കംപ്ലൈൻസ് കണ്ടു. പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ ഓരോ ബിസിനസ്സിൻ്റെ വർക്ക് ഫ്ലോയും കണ്ടു. ഈ ഒരു സെഷനിൽ നമ്മൾ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസിനെ പറ്റിയാണ് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നത്. സോഫ്റ്റ്വെയർസ് എങ്ങനെയാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്, അതിൻ്റെ ആ ഒരു ഡാറ്റാബേസിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്. നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് സോഫ്റ്റ്വെയറും ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് പറ്റും. നമുക്കൊരു പക്ഷേ ടാലിയിലായിരിക്കാം എക്സ്പീരിയൻസ് ഉള്ളത്. ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് നിന്നുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെയാണ് ക്യൂബ് ബുക്ക്, സോഹോ ബുക്സ് പോലെയുള്ള ഓൺലൈൻ സോഫ്റ്റ്വെയർസും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത്. നമ്മൾ ദുബായ് അല്ലെങ്കിൽ സൗദിയൊക്കെ പോലെയുള്ള കൺട്രീസിലൊക്കെ പോവുകയാണെങ്കിൽ അവിടെ മിക്കവാറും യൂസ് ചെയ്യുന്നുണ്ടാവുക ഈ ഒരു ക്യൂബ് ബുക്ക് അല്ലെങ്കിൽ സോഹോ ബുക്സ് അല്ലെങ്കിൽ സെറോ പോലെയുള്ള സോഫ്റ്റ്വെയർസ് ആയിരിക്കും. അപ്പം നമ്മൾ ആ സോഫ്റ്റ്വെയർസ് എങ്ങനെയാണ് നമുക്ക് ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ഇന്നത്തെ സെഷൻ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ ഞാൻ മെയിനായിട്ട് കൺസിഡർ ചെയ്തേക്കുന്നത് ഇത്രയും അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസ് ആണ്. ടാലി ഉണ്ട്, സോഹോ ബുക്സ്, ക്യൂബ് ബുക്സ്, സെറോ, സേജ്, ബിസി, വ്യാപാർ, ERP നെക്സ്റ്റ്, ഓഡോ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിൽ ഫസ്റ്റ് വന്നിട്ട് ടാലി പ്രൈം ആണ്. ടാലി നമ്മൾ സ്കൂളിലൊക്കെ തന്നെ പഠിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെപ്പറ്റി അധികം എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതില്ലല്ലോ. ഇത് ഇന്ത്യയിൽ ഡെസ്ക്ടോപ്പ് ഒരു ആപ്ലിക്കേഷൻ ആയിട്ടാണ് അവൈലബിൾ ആവുന്നതെങ്കിൽ UAE-ലൊക്കെ ഇതിൻ്റെ ഒരു ഓൺലൈൻ ബേസ്ഡ് ഹൈബ്രിഡ് സിസ്റ്റം അവൈലബിൾ ആണ്. ടാലിയിൽ നമുക്ക് GST ഫയൽ ചെയ്യാനാണെങ്കിലും അതേപോലെ തന്നെ റിപ്പോർട്ട്സ് ആണെങ്കിലും എല്ലാം സിസ്റ്റം നമുക്ക് ഇന്ന് ടാലിയിൽ അവൈലബിൾ ആണ്. അടുത്തത് സോഹോ ബുക്സ് ആണ്. കറണ്ട്ലി വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആണ് സോഹോ ബുക്സ് എന്ന് പറയുന്നത്. ഇത് കറണ്ട്ലി നമുക്ക് ഇന്ത്യയിൽ, UAE-യിൽ, സൗദിയിൽ, ഒമാനിൽ എല്ലാ കൺട്രീസിലും സോഹോ ബുക്സ് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് സോഹോ ബുക്സ് യൂസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിൻ്റെ എണ്ണം വളരെ കൂടിക്കൊണ്ടുവരിക്കും. അപ്പം നിങ്ങൾ സോഹോ ബുക്സിൻ്റെ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടിട്ട് അതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടായിരിക്കുന്നത് വളരെ നന്നായിരിക്കും. ഇത് ഒരു ക്ലൗഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. ഇതിൽ നമുക്ക് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓട്ടോമേഷൻസ് അവൈലബിൾ ആണ്. ടാലിയിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് ബാങ്ക് ഇൻ്റഗ്രേഷൻ, അതേപോലെ തന്നെ ഇൻവോയ്സിങ്, ഓട്ടോമേറ്റഡ് വർക്ക് ഫ്ലോ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അവൈലബിൾ ആണ്. GST റിപ്പോർട്ട്സ് ഒക്കെ തന്നെ ടാലിയിലെ പോലെ തന്നെ ഇതിൽ അവൈലബിൾ ആണ്. അടുത്തത് ക്യുക്ക് ബുക്ക് ആണ്. നമുക്ക് റീസെൻ്റ് ആയിട്ട് ഇന്ത്യയിൽ നിന്ന് ക്യുക്ക് ബുക്ക് ക്വിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പുറത്തെ രാജ്യങ്ങളിലൊക്കെ ക്യുക്ക് ബുക്ക് സ്റ്റിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ക്യുക്ക് ബുക്കിൻ്റെ ഒരു വർക്ക് അലൈൻമെൻറ്റ് കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. ഈ ക്യുക്ക് ബുക്കും സോഹോ ബുക്സും ഒക്കെ ഏകദേശം ഒരേ ഒരു ഡാറ്റ സ്ട്രക്ചറാണ് ഫോളോ ചെയ്യുന്നത് ഈ ഒരു യൂസർ ഇൻ്റർഫേസിൻ്റെ കാര്യം സംസാരിക്കുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയറിനെ പറ്റി ഐഡിയ ഉണ്ടെങ്കിൽ മറ്റേത് നമുക്കതിൽ നമ്മൾ അക്കൗണ്ടിങ് ചെയ്യാനായിട്ട് വളരെ ഈസി ആയിരിക്കും. അത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ ആദ്യമായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നത് ക്യുക്ക് ബുക്ക് ആയിരുന്നു. അതിനുശേഷം ഞാൻ സോഹോയിലേക്ക് വരുന്ന സമയത്ത് ഈ ക്യുക്ക് ബുക്കിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ഉള്ളതുകൊണ്ട് തന്നെ സോഹോ ബുക്സ് മനസ്സിലാക്കിയെടുക്കുക അതുകൊണ്ട് എനിക്ക് വളരെ ഈസി ആയിരുന്നു. അപ്പം നിങ്ങൾ അതുപോലെ തന്നെ സോഹോ ബുക്സ് അല്ലെങ്കിൽ ക്യുക്ക് ബുക്ക് ഒക്കെ ഒന്ന് പഠിച്ചിരിക്കുകയാണെങ്കിൽ വേറെ സോഫ്റ്റ്വെയർസിലേക്ക് പോകുന്ന നമുക്കത് പെട്ടെന്ന് പഠിക്കാനായിട്ട് പറ്റുന്നൊരു കാര്യമായിരിക്കും. അടുത്തത് UAE-ലൊക്കെ ആണെങ്കിൽ ഏറ്റവും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നതാണ് സേജ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ. ദെൻ ബിസിയും അങ്ങനെ തന്നെയാണ്. ഇന്ത്യയിൽ ബിസിയും വ്യാപാരവും ഉണ്ടെങ്കിൽ നമുക്ക് UAE-ലേക്കും അതേപോലെ തന്നെ ഇന്ത്യയിലും കറണ്ട്ലി കുറച്ച് ഒരു മീഡിയം ആൻഡ് ലാർജ് എൻ്റർപ്രൈസസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ERP നെക്സ്റ്റ് എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അക്കൗണ്ടിങ് ഫ്ലോ നമുക്ക് കിട്ടും. അപ്പം ഒരു നോർമലായിട്ടൊരു പർച്ചേസും സെയിൽസും അല്ല, അതിൻ്റെ ഉള്ളിൽ തന്നെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റിക്വസിഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ERP നെക്സ്റ്റിലേക്ക് നമുക്ക് പോകാവുന്നതാണ്. ഈ ഒരു സെഷനിൽ ഞാൻ നിങ്ങൾക്ക് 2 സോഫ്റ്റ്വെയറിൻ്റെ ഡാറ്റ സ്ട്രക്ചറും കൂടി ഒന്ന് കാണിച്ചു തരാം. ഇത് നിങ്ങൾക്ക് ബാക്കിയുള്ള സോഫ്റ്റ്വെയർസുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ ഒരു മാച്ചിങ് ആയിട്ട് തോന്നും. ഇപ്പോൾ ഞാൻ കമ്പയർ ചെയ്യുന്നത് ക്യുക്ക് ബുക്കിൻ്റെയും സോഹോ ബുക്സിൻ്റെയും ഒരു ഡാറ്റ സ്ട്രക്ചറാണ്. എങ്ങനെയാണ് അതിൻ്റെ ഓരോ മോഡ്യൂൾസും അലൈൻ ചെയ്തിരിക്കുന്നതെന്നും അതിൻ്റെ സെറ്റിങ്സ് ഒക്കെയാണ്, അതിൻ്റെ റിപ്പോർട്ട്സും. അപ്പം ഇത് രണ്ടും വളരെ സിമിലർ ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. ബുക്ക് എടുക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും, ഇവിടെ മെനു എന്ന് കാണാനായിട്ട് പറ്റും. ഈ മെനുവിൻ്റെ അണ്ടറിലാണ് ഇവർ ഡാഷ്ബോർഡ്, അതേപോലെ ട്രാൻസാക്ഷൻസ്, സെയിൽസ്, എക്സ്പെൻസ് എന്ന് ഓരോന്നും കസ്റ്റമൈസ് ചെയ്തേക്കുന്നത്. ഇതിൽ ട്രാൻസാക്ഷനിൽ വരുന്ന സമയത്ത് നമുക്ക് ബാങ്ക് ട്രാൻസാക്ഷനും അതിൻ്റെ റീകൺസിലേഷനും ചാർട്ട് ഓഫ് അക്കൗണ്ട്സും ആണ് ഇവർ കൊടുത്തിരിക്കുന്നത്. സെയിൽസിലേക്ക് വരുന്ന സമയത്ത് കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാനും ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യാനും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. എക്സ്പെൻസിലാണെങ്കിൽ സപ്ലയേഴ്സിനെയും എക്സ്പെൻസും ഉണ്ട്. അടുത്ത ഇവിടെ നമുക്ക് എംപ്ലോയീസ് ഉണ്ട്, അത് പേറോളിനാണ്. ഇവിടെ ഒരു ക്യുക്ക് ക്രിയേഷൻ എന്നൊരു ടൂൾ ബാർ ഉണ്ട്. ഇവിടെ നമുക്ക് ക്യുക്കായിട്ട് ഇൻവോയ്സ് അല്ലെങ്കിൽ ഇതിൽ പറയുന്ന ഏത് ഒരു ട്രാൻസാക്ഷനും ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. കസ്റ്റമേഴ്സിൻ്റെ ആണെങ്കിലും വെൻഡേഴ്സിൻ്റെ ആണെങ്കിലും
ഏത് ബാങ്ക് ട്രാൻസാക്ഷൻ ആണെങ്കിലും GAV ആണെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെ തന്നെയാണ് നമ്മൾ സോഹോ ബുക്സിലേക്ക് വരുന്ന സമയത്തും ഇതിന്റെ ഒരു ഇന്റർഫേസ് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. ഇവിടെ ബാങ്കിങ് ഉണ്ട്. ഇവിടെ നമുക്ക് ബാങ്ക്സ് ആഡ് ചെയ്യാനും ട്രാൻസാക്ഷൻസ് ആഡ് ചെയ്യാനും പറ്റുന്നുണ്ട്. സെയിൽസിലാണെങ്കിൽ കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാം, ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യാം. പർച്ചേസിലാണെങ്കിൽ നമുക്ക് വെൻഡേഴ്സിനെയും അതേപോലെ പർച്ചേസ് ബിൽസും ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ ചാർട്ട് ഓഫ് അക്കൗണ്ട്സും മാനുവൽ ജേർണൽ എൻട്രീസും പോസ്റ്റ് ചെയ്യാം. അപ്പം ഒരു ടാബ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിന്റെ അണ്ടറിലേക്ക് അങ്ങനെ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ചെയ്ത് വരും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതൊരു ഫോം ആയിട്ട് ഓപ്പൺ ആയി വരികയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഇതൊരു ഇൻവോയ്സ് ആണ്. ഇപ്പൊ ഒരു ഇൻവോയ്സ് ഓപ്പൺ ആയി വരുന്ന സമയത്ത് നമ്മളൊരു ക്രിയേറ്റ് ഇൻവോയ്സ് എന്നുള്ളത് കൊടുക്കുമ്പോൾ അതിൽ നമുക്ക് കസ്റ്റമേഴ്സിനെ സെലക്ട് ചെയ്യാനും അതേപോലെ തന്നെ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാനും ഡേറ്റ് കൊടുക്കാനൊക്കെയുള്ള ഓപ്ഷൻസ് ആണ് വരുന്നത്. ഇങ്ങനെ തന്നെയാണ് നമ്മുടെ സോഹോ ബുക്സിലാണെങ്കിലും. സോഹോ ബുക്സിൽ നമ്മൾ ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മൾ ന്യൂ കൊടുക്കുമ്പോൾ കസ്റ്റമറിനെ സെലക്ട് ചെയ്യാം, ഇൻവോയ്സ് നമ്പർ കൊടുക്കാം, പ്രൊഡക്ട്സ് കൊടുക്കാം, സേവ് ചെയ്യാം, ഇങ്ങനെയാണ്. അപ്പോൾ ഏതൊരു സോഫ്റ്റ്വെയറും ഡിസൈൻ ചെയ്തിരിക്കുന്നത് അക്കൗണ്ടിങ് പർപ്പസിനെ ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് മെയിനായിട്ട് ട്രാൻസാക്ഷൻസ് ഉണ്ടാവുക എന്തൊക്കെയാണ്? പർച്ചേസ് ട്രാൻസാക്ഷൻ ഉണ്ടാവും, സെയിൽസ് ഉണ്ടാവും, എക്സ്പെൻസ് ഉണ്ടാവും, അതേപോലെ ബാങ്കിങ് ട്രാൻസാക്ഷൻ ഉണ്ടാവും. ഇതിൽ സെയിൽസ് എന്നുള്ളതിന്റെ അണ്ടറിലായിരിക്കും അവർ കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാനും സെയിൽസും ക്രെഡിറ്റ് നോട്ട്സും പേയ്മെന്റ്സ് ഒക്കെ റെക്കോർഡ് ചെയ്യുന്നത് സേവ് ചെയ്തിരിക്കുന്നത്. അതേസമയത്ത് ഈ ഒരു എക്സ്പെൻസ് അല്ലെങ്കിൽ പർച്ചേസ് എന്നുള്ളതിന്റെ അണ്ടറിലായിരിക്കും എന്ത് ചെയ്യുന്നത്? നമുക്ക് സപ്ലയേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാനും ബില്ല് ക്രിയേറ്റ് ചെയ്യാനും ബില്ലിന്റെ പേയ്മെന്റ് ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ബാങ്കിങ്ങിൽ വരുന്ന സമയത്ത് നമുക്ക് ബാങ്കിന്റെ റീകൺസിലേഷനും അതേപോലെ തന്നെ ബാങ്കിന്റെ ട്രാൻസാക്ഷൻ എൻട്രീസ് ഒക്കെ റെക്കോർഡ് ചെയ്യാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. റിപ്പോർട്ട്സിന്റെ കാര്യം വന്നാലാണെങ്കിലും ഈ സെയിം ആയിരിക്കും. എല്ലാ സോഫ്റ്റ്വെയർസിലും നമുക്ക് ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് ആയിട്ടുള്ള P&L, ബാലൻസ് ഷീറ്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാവും. അതുകൂടാതെ അതിന് അഡീഷണൽ ആയിട്ട് സെയിൽസ്, പർച്ചേസ് റിപ്പോർട്ട്സ്, ഇൻവെന്ററി റിപ്പോർട്ട്സ് ഒക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പം നിങ്ങൾ ഏതൊക്കെ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാനായിട്ട് പറ്റുമോ അതൊക്കെ ജസ്റ്റ് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് അതിന്റെ ഒരു ഇന്റർഫേസ് നോക്കി വെക്കുക. ഏതൊക്കെ മോഡ്യൂൾസ് ആണ് ഇതിലുള്ളത്, അതെങ്ങനെയാണ് അലൈൻ ചെയ്തേക്കുന്നത്. ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു എൻട്രി ഇടുമ്പം അതിന്റെ അക്കൗണ്ടിങ് GAV എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യുന്നത്, ഇക്കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി വെക്കുന്നത് നന്നായിരിക്കും.